ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നസീറിന്റെ ബാപ്പ അബൂബക്കർ നിന്റെ അച്ഛനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. വിഷ്ണുവിനെ അപകടപ്പെടുത്തുമെന്നും നിന്നെ വിധവയാക്കുമെന്നും. മരുന്ന് കഴിച്ചിട്ടില്ല. എന്തിനാ മരുന്ന് കഴിക്കുന്നേ? അസുഖം മാറാനാ? അതല്ലെങ്കിൽ അസുഖം വരാതിരിക്കാൻ വേണ്ടിട്ടാണോ? എന്തിനാണെങ്കിലും ഞാൻ മരുന്ന് കഴിക്കാൻ പോകുന്നില്ല. കൊണ്ടുപോക്കോ എന്റെ മുമ്പിൽ നിന്ന്. സാറേ, ഈ മരുന്നൊന്ന് കഴിക്ക്. തല കറങ്ങി എവിടെങ്കിലും വീണാ ആരാ ഇപ്പൊ ഇവിടെ കൊണ്ടുപോകാനായിട്ടുള്ളത്? എല്ലാരും മാനസികമായി തളർന്ന അവസ്ഥയിലല്ലേ? വന്നില്ലേ? അവൻ വന്നില്ലേ? വിഷ്ണു വന്നില്ലേ? അയ്യോ, ഞാനിവിടെ അവനെയും കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ആരും വിളിച്ചറിയിച്ചില്ലേ അവനെ? സത്യമേ, നമുക്ക് കുറച്ചേരം അകത്തു പോയിരിക്കാം. വിഷ്ണു വരട്ടെ, അല്ലെങ്കിൽ ശാലിനി വരട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്നെ അങ്ങനെ ആരും അകത്തിരുത്തി കളയാന്ന് കരുതണ്ട. ശ്യാമേ, 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 അവളെവിടെ പോയി? എന്താ സത്യമേ? വിളിക്കടി, അവളെ വിളിക്ക്, നിന്റെ കുഞ്ഞേച്ചിയെ. എന്നിട്ട് എന്റെ വിഷ്ണു എവിടെയെന്ന് ചോദിക്ക്. സത്യമേ, എല്ലാരും കൂടി എന്നോട് എന്തൊക്കെയാ ഒളിപ്പിക്ക? എടി, നിന്നോട് വിളിക്കാനല്ലേ പറഞ്ഞത്? അതിന് വിഷ്ണു ഉണ്ടാവും. ഞാൻ വിഷ്ണുവേട്ടനെയും കൊണ്ടുവരുമെന്നും പറഞ്ഞു കാത്തിരിക്കുന്ന ഇവരോടൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയുക? എന്റെ കൃഷ്ണ, ഈ പ്രതിസന്ധി ഞാൻ എങ്ങനെ തരണം ചെയ്യും? അവനില്ലല്ലോ. രാഘവേട്ട, വിഷ്ണു അതിലില്ല. അവൾക്ക് വിഷ്ണുവിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നിക്ക്, എവിടെ എന്റെ മോൻ? എന്റെ വിഷ്ണു എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. നീ ഇന്നലെ പറഞ്ഞതല്ലേ എന്റെ മോനെ എന്റെ മുന്നിൽ കൊണ്ട് നിർത്തി തരൂന്ന്. എന്നിട്ട് എവിടെ? സത്യമേ, ഞാനൊന്ന് പറയട്ടെ. എടി, എനിക്ക് മറ്റൊന്നും കേൾക്കണ്ട. നിനക്ക് എന്റെ മോനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരാൻ പറ്റൂല്ലയോ? അത് പറ്റില്ല അല്ലേ? പറ്റില്ല അല്ലേ? എന്റെ മകനില്ലാത്ത വീട്ടില് എനിക്കിനി ജീവിക്കണ്ട. എനിക്ക് മരിച്ചാ മതി. സത്യമേ, എനിക്ക് മരിച്ചാ മതി. പറയട്ടെ, എനിക്കിനി ജീവിക്കണ്ട. എന്റെ മോൻ, ഭാമേ, എന്തായി കാണിക്കുന്നേ? എന്റെ മോൻ. അതെ, നിങ്ങൾ സത്യമേ കൊണ്ട് കിടത്ത് ചെല്ല്. സത്യമേ വന്നേ. വിഷ്ണു, വാ. എവിടെയാണ് നീ? അവരെന്നെ കാണാൻ വന്നില്ല. എടാ വിഷ്ണു. സത്യമേ അവിടെ ഇരിക്കേ. എന്റെ മോൻ വിഷ്ണു ഇത്രയും ദിവസം അവൻ വിട്ടുമാറി നിന്നിട്ടില്ല. അയ്യോ, എന്തു പറ്റിയോ എന്റെ കുഞ്ഞിന്? എവിടെയാവൻ? അവനില്ലെങ്കിൽ ഞാനില്ല. എനിക്ക് ജീവിക്കണ്ട. സത്യമേ വിഷമിക്കാതെ. വിഷ്ണുവേട്ടൻ ഇങ്ങ് വരും. എനിക്ക് അവനെ കാണണം. അവനില്ലാതെ എനിക്ക് പറ്റില്ല. ഈശ്വര, എന്റെ കുഞ്ഞെവിടെ പോയി? അവരെന്നെ വിട്ട് എവിടെ പോയതാണോ?
സത്യമ്മ തളർന്ന അവസ്ഥയില. മോളെ, എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നസീറിന്റെ ബാപ്പ അബൂബക്കർ നിന്റെ അച്ഛനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. വിഷ്ണുവിനെ അപകടപ്പെടുത്തുമെന്നും നിന്നെ വിധവയാക്കുമെന്നും. നിനക്കെല്ലാത്തിനും കൂട്ടുനിന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതേ നിന്റെ മരുമകൻ വിഷ്ണുവിനെ തന്നെയാ. അവനെ ഞാൻ തീർക്കും. നിന്റെ മകൾ ശാലിനി വിധവയായി മാറുന്നത് നീ കൺകുളിർക്കെ കാണണം. ഇനി വിഷ്ണുവിനെ കാണാതായതിന് പിന്നിൽ അയാളുണ്ടാവും മോളെ. അബൂബക്കർ. അയാളായിരിക്കോ ഇതിന്റെ എല്ലാം പിന്നിൽ? തന്റെ കാര്യം വലിയ കഷ്ടപ്പെട്ടോ. തോന്നിയ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് മറ്റുള്ളവർക്ക് തലവേദനയാക്കി വെക്കുകയും ചെയ്യും. തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എന്നെ സഹായിച്ചാ മതി. ഇല്ലെങ്കിലേ നക്ഷത്രത്തിന്റെ എണ്ണവും വലിപ്പമുള്ള സുഹൃത്തുക്കൾ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് വേറെ ഉണ്ട്. എന്നിട്ട് ഞാൻ അവരെ ആരെയും ഇതുവരെ തന്റെ കൂടെ കണ്ടിട്ടില്ലല്ലോ. താൻ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നതാണോ അതോ സഹായിക്കാൻ വേണ്ടി വന്നതാണോ? എന്താടോ താനിപ്പോ ഉണ്ടാക്കിയ കുഴപ്പം? വിളിച്ചപ്പോ ഹെൽപ്പ് ചെയ്യണോന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. എന്താ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം? എടോ, തന്നോട് പറയാതെ ഞാനൊരു സാഹസം കാണിച്ചു. വിഷ്ണുവിനെ ആരും അറിയാതെ ഒന്ന് പൊക്കി. എന്നിട്ടടോ താൻ വല്ലതും ചെയ്ത് ആള് കാഞ്ഞു പോയോ? അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയണം. ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുന്നാലും മതി, ചോദ്യവും പറച്ചിലും ഇല്ലാതെ പിടിച്ചകത്തിടും. എന്റെ ഇതുവരെയുള്ള സർവീസും ബ്ലോക്കാക്കും. എടോ, താൻ ഇങ്ങനെ അറക്കും മുമ്പ് പിടക്കല്ലേ. ചേടാ, കാര്യങ്ങൾ പറഞ്ഞു തീരട്ടെ. വിഷ്ണുവിനെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നിട്ടതാണ്. അതിനെന്നെ സഹായിച്ചതോ ഒരു വാടക കൊലയാളിയാ, ഡാനിയൽ. ഒരു മുറിയിൽ വിഷ്ണുവിനെ കെട്ടിയിട്ടിരുന്നു. എടോ, അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ വിഷയം എന്താ? താൻ അത് പറ. വിഷ്ണുവിനെയും കാണാനില്ല, ആ ഡാനിയലിനെയും കാണാനില്ല. ആ, ഇത്രേ ഉള്ളോ കാര്യം? അതിനിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? വിഷ്ണുവും ഡാനിയലും തമ്മിൽ താൻ അറിയാതെ ഒരു ഡീൽ ഉറപ്പിച്ചു. അവന്മാര് പോകാൻ നേരത്ത് തന്നെ കാണാതിരുന്നത് ഭാഗ്യമായി, അല്ലെങ്കിലേ തന്നെ അവര് തീർത്തിട്ട് പോയനെ. ഏയ്, വിഷ്ണു ചതിക്കുമായിരിക്കും, പക്ഷെ ഡാനിയല് അവൻ ഈ തൊഴിലിൽ ചതി കാണിക്കുവോ? എടോ, പിടിച്ചുവരെയും വ്യഭിചാരം കൈമുതലാക്കി കൊണ്ടു നടക്കുന്നവൻ ചതിക്കുമോ എന്നോ? വെറുതെ അല്ലടോ തന്നെ എല്ലാവരും ഇട്ട് തട്ടിക്കളിക്കുന്നത്. നിൽക്കാനും നിർത്താനും അറിയാവുന്നവർക്ക് ഇതുപോലുള്ള ടീമുമായി മുട്ടാൻ പറ്റൂ, ഇല്ലെങ്കിലേ തോറ്റുപോകും.